ഖിയാമത്ത് നാൾ വരെ അല്ലാഹുവിനടുത്ത് ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ സംഗമത്തിൻ്റെ ഔപചാരികമായ ഉദ്ഘാടന കർമ്മം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന തിരുവചനം കൊണ്ട് നിർവഹിക്കുന്നു. വാഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. മഹത്തായ വേദിയിൽ അധ്യക്ഷ പ്രഭാഷണം നിർവഹിച്ചുകൊണ്ട് SKSSF ലക്ഷദ്വീപ് പ്രസിഡന്റ് സയ്യിദ് അബൂ സാലിഹ് തങ്ങൾ സംസാരിക്കുന്നു. സാദരം ക്ഷണിക്കുന്നു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد. ബഹുമാനാദരവുകൾ നിറഞ്ഞ സമസ്ത കേരള സുന്നി സ്റ്റുഡൻസ് ഫെഡറേഷൻ സംസ്ഥാന പ്രസിഡന്റ് ആദരണീയനായ പാണക്കാട് സയ്യിദ് ഹമീദ് അലി ശിഹാബ് തങ്ങൾ അവർകളെ, യോഗത്തിലെ വിശിഷ്ട അതിഥിയായി കടന്നു വന്ന നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്കിന്ന് ഏറെ സഹായകമായി കൊണ്ട് ഒരു വെസൽ ചാർട്ട് ചെയ്യുകയും അതിനുവേണ്ടിയുള്ള സൗകര്യങ്ങൾ ഒരുക്കുകയും ചെയ്ത ബഹുമാനപ്പെട്ട മെമ്പർ ഓഫ് പാർലമെൻറ്റ് അഡ്വക്കേറ്റ് ഹംദുള്ള സയ്യിദ് സാഹിബ് അവറുകളെ, സമസ്ത കേരള ജമിഅത്തുൽ ഉലമ കേന്ദ്ര മശാവറ ബഹുമാനപ്പെട്ട ഉസ്താദ് അബ്ദുസ്സലാം ബാക്കവി, ഡോക്ടർ സാലിം ഫൈസി കൊളത്തൂർ, വേദിയിൽ ഇരിക്കുന്ന പണ്ഡിത ശ്രേഷ്ഠരെ, ലക്ഷദ്വീപിനെ സംബന്ധിച്ചിടത്തോളം ഏകദേശം ഒരു 4-5 വർഷങ്ങൾക്ക് മുമ്പ്, കൊറോണ വരുന്നതിന് മുമ്പായിട്ട് വളരെ ബൃഹത്തായ രീതിയിൽ ഇങ്ങനെ ഒരു സംഗമം ഞങ്ങൾ നടത്തിയിരുന്നു. കേരളക്കരയിൽ എന്ന് പറയുമ്പോൾ അവിടെ എല്ലാ ആളുകൾക്കും ഒത്തുചേരാൻ വേണ്ടിയിട്ടുള്ള സൗകര്യങ്ങളും സാഹചര്യങ്ങളും അനുകൂലമായിട്ടുള്ള ഒരു പ്രദേശമാണ്. എന്നാൽ ലക്ഷദ്വീപിനെ സംബന്ധിച്ചിടത്തോളം ഒരുമിച്ച് കൂടുക എന്നുള്ളത് തന്നെ വളരെ പ്രയാസമുള്ള ഒരു കാര്യമാണ്. കടലുകള്, സമുദ്രത്തിലൂടെ കപ്പലിലും മറ്റുള്ള വളരെ സാഹസപ്പെട്ടുകൊണ്ട് 4-5 മണിക്കൂർ താണ്ടി 10 മണിക്കൂറോളം താണ്ടി വന്ന ദ്വീപുകാർ ഇവിടെയുണ്ട്. ചുരുക്കി പറഞ്ഞാൽ വളരെ സാഹസപ്പെട്ടുകൊണ്ട് തന്നെ ഈ സംഗമത്തിൽ ചേരാൻ വേണ്ടി കടന്നു വന്നവരാണ് ഇവിടെ ഇരിക്കുന്ന ആളുകളൊക്കെ തന്നെ. അള്ളാഹുവിൻ്റെ അപാരമായ അനുഗ്രഹം കൊണ്ട് പരിശുദ്ധ ദീനിന്റെ നിലനിൽപ്പിന് വേണ്ടി ബഹുമാനപ്പെട്ട സമസ്ത കേരള ജമിഅത്തുൽ ഉലമ, അതിൽ മുൻകഴിഞ്ഞതായ മഹാന്മാരായ ഉസ്താദുമാരെ കാണിച്ചു തന്ന ആ മഹത്തായ പൈതൃകം, അതിനെ ഉയർത്തിപ്പിടിക്കാൻ വേണ്ടി എത്ര സാഹസപ്പെട്ടാലും ഞങ്ങളതിന് ബാധ്യസ്ഥരാണ്, ഞങ്ങളത് നെഞ്ചേറ്റുന്നവരാണ് എന്ന് തെളിയിക്കുന്ന മഹത്തായ ഒരു സംഗമം കൂടിയാണിത്. അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രയാസങ്ങൾ സഹിച്ച് സാഹസപ്പെട്ടുകൊണ്ട് ഈ സദസ്സിലേക്ക് കടന്നു വന്ന ആളുകൾക്കൊക്കെ തന്നെ അല്ലാഹുവിൻ്റെ സർവവിധമായിട്ടുള്ള അനുഗ്രഹങ്ങളും ചൊരിഞ്ഞ് അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മളെ ഈ പ്രവർത്തനങ്ങളൊക്കെ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല യുടെ അടുക്കൽ സ്വാലിഹായ അമലായി നമ്മളിൽ നിന്ന് സ്വീകരിക്കുമാറാവട്ടെ. മറ്റ്
വിവിധ സാഹചര്യങ്ങൾ നോക്കുമ്പോഴൊക്കെ തന്നെ നമുക്ക് വളരെ പ്രയാസപ്പെട്ടാണ് ഇത് ഇവിടെ ഉണ്ടാക്കിയത്. കേരളക്കരയിലുള്ളതുപോലെ തന്നെ സാമ്പത്തികമായി വലിയ കോടീശ്വരന്മാരോ അല്ലെങ്കിൽ സാമ്പത്തികമായി അങ്ങനെ ഏറ്റെടുക്കാൻ ഞാൻ ഏറ്റെടുത്തു കൊള്ളാം എന്നു പറയത്തക്ക വിധത്തിലുള്ള ഒരു മാർഗവുമില്ലാതെ ഈ പാവങ്ങളായ ആളുകളെ 10 ദ്വീപിലുള്ള ആളുകളെ ഞങ്ങളെ SKSF സെൻട്രൽ കമ്മിറ്റി ലക്ഷദ്വീപ് ജില്ലാ കമ്മിറ്റി മീറ്റിംഗ് കൂടി തീരുമാനിച്ചു. ഓരോ നാട്ടിൽ നിന്നും ഒരു പിരിവ് കളക്ഷൻ നടത്തി അതിലുപരി ഈ നാട്ടിലുള്ള ആളുകള്, ഈ നാട്ടിലുള്ള ഉമറാക്കള് ഒത്തുചേർന്നുകൊണ്ട് അവരൊക്കെ തന്നെ സാമ്പത്തികമായിട്ടും ശാരീരികമായിട്ടും ഒക്കെ തന്നെ ഞങ്ങളുണ്ട് നിങ്ങളെ കൂടെ എന്ന് പറഞ്ഞപ്പോൾ വളരെ ആത്മാർത്ഥമായി കൊണ്ട് കടന്നു വന്ന ഈ സഹായിച്ച എല്ലാ ദ്വീപിലുള്ള ആളുകളെ സഹായിച്ചപ്പോൾ നമുക്ക് ഈ ഒരു പരിപാടി സംഘടിപ്പിക്കാൻ സാധിച്ചു. അല്ലാഹു സുബ്ഹാനഹു വ തആല ദീനിന്റെ ദഅവത്തിന്റെ മാർഗത്തിൽ പ്രവേശിച്ചവരുടെ പ്രതിഫലം അല്ലാഹു അവർക്കും നമ്മൾക്കും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നാമൊക്കെ തന്നെ അധ്വാനിക്കുന്നത് ഇവിടെ ദീനിനെ നിലനിർത്താൻ വേണ്ടിയാണ്. നാമൊക്കെ തന്നെ 5 വഖത്ത് നിസ്കാരത്തിലും നമ്മളൊക്കെ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്നത് ഇഹ്ദിനസ് സിറാത്തുൽ മുസ്തഖീം സിറാത്തുൽ ലദീന അൻഅംത അലൈഹിം. ആ മഹത്തായ ആ ഒരു ആശയം, ആ മഹത്തായ ഒരു നിയ്യത്ത്, അത് നമ്മളെ മനസ്സാന്തരങ്ങളിൽ നിലനിർത്തുക എന്നുള്ളത് തന്നെയാണ് ഈ മഹത്തായ സംഗമത്തിന്റെ ഉദ്ദേശം. മഹത്തുക്കളായ പൂർവസൂരികളായ ആളുകളെ ദീനിനെ കെട്ടിപ്പടുത്തിയതും അവരെ കാണിച്ചു തന്ന ആ വഴി അത് തെളിയിച്ച് നമ്മളെ കരങ്ങളിൽ ഏൽപ്പിച്ചു. നമ്മളതിനെ ഭംഗമേൽക്കാതെ യാതൊരുവിധ പോറലുമേൽക്കാതെ കൊണ്ടുപോവുക എന്നുള്ളത് നമ്മുടെ ദൗത്യമാണ്. ഈ ഒരു സംഗമം കൊണ്ട് അതിനൊരു ഉപാധിയായിരിക്കും എന്നാണ് നമ്മുടെ വിശ്വാസം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ സഹായിക്കുമാറാവട്ടെ. പരിശുദ്ധ ദീനിനെ നിലനിർത്താൻ വേണ്ടി സാഹസപ്പെട്ടു വന്ന ഈ ആളുകൾക്കൊക്കെ അല്ലാഹു എപ്പോഴും സർവ്വവിധമായിട്ടുള്ള അനുഗ്രഹങ്ങളും അല്ലാഹു ചൊരിഞ്ഞ് അനുഗ്രഹിക്കുമാറാവട്ടെ. ഈ നാട്ടിലുള്ള പ്രദേശത്തിലുള്ള ആളുകള്, ഈ പ്രദേശത്തിലുള്ള ഉമ്മബംഗന്മാരെ രാത്രി ഉറക്കൊഴിഞ്ഞുകൊണ്ട് അതേപോലെ തന്നെ ഈ മഹത്തായ സദസ്സ് കെട്ടിപ്പടുത്താൻ വേണ്ടി ഒരുപാട് നാളുകള് രാത്രി ഉറക്കമൊഴിഞ്ഞുകൊണ്ട് പ്രവർത്തിച്ച ഒരുപാട് പ്രവർത്തകന്മാർ ഈ നാട്ടിലുണ്ട്. അവർക്കൊക്കെ അല്ലാഹു അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. പരിശുദ്ധ ദീനിന്റെ നിലനിർത്താൻ, പരിശുദ്ധ ദീനിന്റെ യശസ് ഉയർത്തി കാണിക്കാൻ, ഈ പ്രത്യേകിച്ച് സെക്കുലറിസം എന്ന മഹത്തായ ഒരു ആശയം ഇന്ത്യയിലെ നിലനിർത്താൻ വേണ്ടി ആ മഹത്തായ ഒരു അജണ്ടയുമായിട്ടാണ് ഈ ആളുകളൊക്കെ തന്നെ ഒരുമിച്ച് കൂടിയത്. അതുകൊണ്ട് SKSFനെ സംബന്ധിച്ചിടത്തോളം പറയുമ്പോൾ ഈ നാട്ടിലെ ഏത് അരാജകത്വം കടന്നു വന്നാലും അതിനെതിരെ ആദ്യം ഒരു മെമ്മോറാണ്ടം പോയിട്ടുണ്ടെങ്കിൽ അത് SKSF മാത്രമായിരിക്കും. നിങ്ങളൊക്കെ തന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഏത് കളക്ടറേറ്റിലോ അല്ലെങ്കിൽ എവിടെ വേണമെങ്കിലും പോയി പരിശോധിച്ച് നോക്കാം. ആദ്യമായിട്ട് ശബ്ദമുയർത്തുന്നത് ഏത് മലീമസമായിട്ടുള്ള കാര്യങ്ങൾ, കള്ളിന്റെ ആ ഒരു ഇത് വന്നപ്പോൾ, പ്രശ്നങ്ങൾ വന്നപ്പോൾ ആദ്യമായിക്കൊണ്ട് മെമ്മോറാണ്ടം കൊടുത്തത് SKSF ആണ്. അതേപോലെയുള്ള കൊറോണ വന്നപ്പോൾ ഇവിടെ നമ്മുടെ സഹപ്രവർത്തകരായ നമ്മുടെ പ്രിയപ്പെട്ട വിഖായ അംഗങ്ങൾ എല്ലാ ദ്വീപിലും, അതേപോലെ തന്നെ ഓക്കി പോലത്തെ ദുരന്തങ്ങൾ വന്നപ്പോൾ അവിടെ ഒക്കെ തന്നെ സഹായഹസ്തമായി കടന്നു വന്നത് വിഖായയുടെ പ്രവർത്തകന്മാരാണ്. ഈ നാട്ടിലുള്ള ഡെപ്യൂട്ടി ഡയറക്ടർമാരും ഓരോ ദ്വീപിലുള്ള ഡെപ്യൂട്ടി ഡയറക്ടർമാരും അഭിനന്ദനങ്ങൾ അർപ്പിച്ച സംഭവങ്ങളൊക്കെ നമുക്ക് അറിഞ്ഞവരാണ്. അപ്പൊ SKSFനെ സംബന്ധിച്ചിടത്തോളം നാട്ടിലെ എല്ലാ സകല മേഖലകളിലുമുള്ള പ്രവർത്തനങ്ങളിൽ SKSFന്റെ കരങ്ങൾ ഉണ്ട് എന്നുള്ള കാര്യത്തിൽ യാതൊരുവിധ സംശയത്തിന് വകയില്ലാത്ത കാര്യമാണ്. നിങ്ങൾ പരിശോധിച്ചു നോക്കൂ. പാഠപുസ്തകത്തിന്റെ കാര്യം വന്നപ്പോൾ ഞങ്ങൾ ആദ്യമായി കടന്നു ചെന്നു. കള്ളിന്റെ വിഷയം വന്നപ്പോൾ ഞങ്ങൾ ആദ്യമായി കടന്നു ചെന്നു. അതിന്റെ പേരിൽ ഞങ്ങൾ ഒരു പ്രവർത്തകനെ തെറിയഭിഷേകം വരെ ഗവൺമെന്റ് അധികാരികൾ നടത്തിയിട്ടുണ്ട് ഇവിടെ. അങ്ങനെ വളരെ പ്രയാസപ്പെട്ടുകൊണ്ട് എല്ലാവിധ ക്രൂരമ്പുകൾക്കും തടുപ്പായി നിന്നുകൊണ്ട് ഒരു പരിച പോലെ നിന്നുകൊണ്ട് പ്രവർത്തിക്കുന്ന മഹത്തായ പ്രസ്ഥാനമാണ് SKSF എന്നുള്ളത്. ഈ മഹത്തായ പ്രസ്ഥാനത്തിന്റെ കൂടെ നിങ്ങൾ എപ്പോഴും ഉണ്ടാവണമെന്ന് ഞാൻ ആത്മാർത്ഥമായി നിങ്ങളോട് പറയുകയാണ്. ഈ പ്രസ്ഥാനം ഒരിക്കലും ആരെയും
വേദനിപ്പിക്കാനോ അല്ലെങ്കിൽ ആരെങ്കിലും ചെറുത്തു തോൽപ്പിക്കാനോ ഉണ്ടാക്കിയതല്ല. ഇഖ്ലാസിന്റെ മേൽ അസ്ഥിവാരമിട്ട മഹാനായ വരക്കൽ മുല്ലക്കോയ തങ്ങൾ മഹാനവറുകൾ അന്ന് വഴി തെളിയിച്ച ആ ദീപശിഖ അത് നമ്മൾ ഇന്ന് ഏറ്റുകൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഖിയാമത്ത് നാൾ വരെ നിലനിർത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. നല്ല ഉശിരോടെ പ്രവർത്തിക്കുവാൻ, ദീനിനു വേണ്ടി പ്രവർത്തിക്കുന്ന യഥാർത്ഥ അടിമകളിൽ അല്ലാഹു നമ്മൾ ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. ഈ പരിപാടിക്ക് എല്ലാവിധ ആശംസകളും അർപ്പിക്കുന്നു. എൻ്റെ അധ്യക്ഷ പ്രസംഗം ഞാൻ നീട്ടിക്കൊണ്ടുപോകുന്നില്ല. മഹത്തുക്കളായ പണ്ഡിതന്മാർ ഒരുപാട്, എനിക്ക് ഈ സദസ്സിലിരിക്കുന്ന ആളുകളോട് എനിക്ക് പറയുവാനുള്ളത്, വളരെ പ്രയാസപ്പെട്ടിട്ടാണ് ഉസ്താദുമാർ ഇവിടെ കടന്നു വന്നത്. ബഹുമാനപ്പെട്ട സാലിം ഫൈസിയെ പോലെയുള്ള ഉസ്താദുമാർ നല്ല നല്ല ക്ലാസ്സുകളാണ് ഇവിടെ നടക്കാൻ പോകുന്നത്. ഇൻഷാ അല്ലാഹ് ഈ 2-3 ദിവസം അള്ളാഹുവിൻ്റെ മഹത്തായ ദീനിന്റെ പ്രഭ പരത്തുവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കടന്നു വന്നിട്ടുള്ളത്. ആ ഒരു നിയ്യത്ത് നമ്മളെ മനസ്സിലുണ്ടാവണം. ആരും നാട് കാണാനായിട്ട് കടന്നു വരുന്നവരല്ല നമ്മളൊക്കെ. അല്ലാഹുവിൻ്റെ ദീനിന്റെ ഇൽമുകൾ പഠിച്ച് മനസ്സിലാക്കുവാൻ വേണ്ടി മഹത്തായ നല്ല നല്ല ക്ലാസുകൾ കേട്ടുകൊണ്ട് സുന്നത്ത് ജമാഅത്തിന്റെ യഥാർത്ഥ സരണിയിലൂടെ നമ്മൾ പ്രവർത്തിക്കുവാൻ വേണ്ടിയും ദീൻ